നമ്മളെ പുതിയ പവർ ടീം ഗബ്രിയുടെ ടീമായിരിക്കണം എന്ന് തന്നെ ബിഗ് ബോസ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെയാണ് പവർ ടീം ടാസ്ക് നീങ്ങിയത്. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പറഞ്ഞാലും തീരാത്തത്ര ഉണ്ട്. ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഈ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേന് കാര്യങ്ങൾ അല്പം കൂടെ നിങ്ങൾക്കും വ്യക്തമായി കാണുമല്ലോ. കാരണം ഓടുന്ന കേസാണ് അത്. ഗബ്രിയും നമ്മളെ ഋഷിയും ശരണ്യൊക്കെ ഉള്ളപ്പം ആ ടീം തന്നെ വിജയിക്കും എന്ന് തന്നെ നേരത്തെ തന്നെ ബിഗ് ബോസ് തീരുമാനിച്ചിരുന്നു. പിന്നെ ജിൻഡോ ആയിരുന്നു ഒരു വിഷയമായിട്ട് വന്നത്. ഒരു വൺ മാൻ ഷോ ആയിട്ട് തന്നെ മാറി. കാര്യം ജാസ്മിനും അൻഫിബയും ഒരു എന്താ പറയുന്നത് പഴമ്പീങ്ങി ടൈപ്പായി മാറി എന്നുള്ള. അൻഫിബയൊക്കെ കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴത്തേന് അങ്ങ് ക്ഷീണിച്ച് അവശരായി. പിന്നെ ജിൻഡോയുടെ ഒരു മാജിക്ക്, ഒറ്റയാൾ മാജിക്ക് തന്നെയാണ് ഇത് ഇത്രയെങ്കിലും നീണ്ടു നിന്നത്. ഇതിനകത്ത് പല കാര്യങ്ങൾ ഞാൻ പറയാം. കാരണം രണ്ടാമത്തെ ഈ ടാസ്ക് നിൽക്കുമ്പം ഗബ്രി മനഃപൂർവ്വം തന്നെ ജിൻഡോയെ പിടിച്ച് മേത്തിടുകയും അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെല്ലാം പറയുന്നത് അയ്യോ ഗബ്രി അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ഗബ്രി അതുപോലെ തന്നെ ചെയ്തു. പക്ഷേ ഈ പുറത്ത് വന്നു കഴിഞ്ഞപ്പം പലരും പ്ലേറ്റ് മാറ്റിയത് നമ്മൾ കണ്ടു. ജാസ്മിൻ ഉൾപ്പെടെ പ്ലേറ്റ് മാറ്റി കളിക്കുന്നത് കണ്ടു. അവൻ്റെ പെടലേക്ക് വെച്ചു. ജിൻഡോയുടെ മുഖത്തും മേത്തുമെല്ലാം പിറ്റുകയും മാന്തുകയൊക്കെ ചെയ്തു. അതൊന്നും ബിഗ് ബോസിന് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അത് പക്ഷേ ഗബ്രിയുടെ ശരീരത്തിലാണെങ്കിൽ അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയേനെ. അതൊരു വലിയ വിഷയമായിട്ട് അവിടെ എടുത്തേനെ. പക്ഷേ ജിൻഡോ ആരോടും പരാതി പറയാൻ പോയില്ല. പിറ്റിയെന്നോ മാന്തിയെന്നോ തുള്ളിയെന്നോ ഒന്നും തന്നെ ആരോടും പരാതി പറയാൻ പോയില്ല. ഏറ്റവും കൂടുതൽ ജിൻഡോയെ അറ്റാക്ക് ചെയ്തിട്ട് ഗബ്രി തന്നെ അവനാണ് അവിടെ ഏറ്റവും കൂടുതൽ കോലാഹലം ഉണ്ടാക്കി. ഗബ്രിയും ഋഷിയും ഒക്കെ കോലാഹലം ഉണ്ടാക്കുന്ന കണ്ടു. പോട്ടെ. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ജിൻഡോ നമ്മുടെ ഗബ്രിയുടെ മേത്ത് തന്നെ ആ കോയിൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം. പക്ഷേ ബിഗ് ബോസ് എന്ത് ചെയ്തു? അത് അവിടെ വെച്ചങ്ങ് നിർത്തി. രണ്ടാമത്തെ റൗണ്ട് അങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പം ഗബ്രിയെ വീണ്ടും രക്ഷപ്പെടുത്തി. മൂന്നാമത്തെ റൗണ്ട് തുടങ്ങി. ഞാൻ ജാസ്മിനെ പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തു. ജാസ്മിനെ അതും കൊണ്ട് കുറച്ചുകൂടി ഒന്നും നടന്നില്ല. ഗബ്രിയുടെ മേത്ത് ഒട്ടിക്കാൻ പറ്റിയില്ല. ഗബ്രി അതിന് സമ്മതിച്ചില്ല എന്ന് തന്നെ പറയാം. പിന്നെ ജാസ്മിൻ്റെ ചില നിലപാടുകളും അതിന് കാരണമായി എന്ന് തന്നെ തോന്നുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഗബ്രിയെ പിടിച്ച് ഹഗ് ചെയ്യുന്നുണ്ട് ഗെയിം തുടങ്ങുന്നതിന് മുമ്പ്. എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിൻ ഔട്ടായതിനു ശേഷം ജിൻഡോ മാത്രമായിട്ട് അവശേഷിച്ചു. ശരണ്യയുടെ മേത്ത് എങ്ങനെയെങ്കിലും ഇത് ഒട്ടിക്കുക എന്നുള്ള തന്ത്രമായിരുന്നു ജിൻഡോ പ്രയോഗിച്ചത്. അപ്പം ശരണ്യയുടെ മേത്ത് ഒട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം ഗബ്രി അതിൻ്റെ ഇടയ്ക്ക് വരുന്നു. അവർ രണ്ടുപേരും കൂടെ ജിൻഡോയെ ആക്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം കൂടെ തട്ടി മറിഞ്ഞു വീണു. ജിൻഡോ ശരണ്യയുടെ മുടിയെ പിടിച്ചു എന്ന് പറയുന്നു. അപ്പോഴേ ജിൻഡോയുടെ കയ്യിൽ തന്നെയാണ് കോയിൻ. എല്ലാവരും കൂടെ കൂട്ടമായി വന്നു പിടിച്ചു മാറ്റുന്നതൊക്കെ കണ്ടു. അത് നേരത്തെ ഒന്നും കണ്ടില്ല. ശരണ്യയുടെ മുടിയെ പിടിച്ചപ്പോഴത്തേന് അതൊരു ഭയങ്കര വിഷയമായി. പക്ഷേ ജിൻഡോയുടെ ശരീരത്തിലെല്ലാം മുഖത്തും മുറിവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും ഒരു വിഷയമായി കണ്ടതേയില്ല. ശരണ്യയുടെ മുടിയെ പിടിച്ചതാണ് ഏറ്റവും വലിയൊരു വിഷയമായിട്ട് വന്നത്. അപ്പോഴത്തേന് ബിഗ് ബോസ് നിർത്തിവെക്കാൻ പറയുന്നു. ഗെയിം നിർത്തിവെച്ചു. അതിനുശേഷം ബിഗ് ബോസ് പ്രഖ്യാപിക്കുന്നത് കോയിൻ കയ്യിലുള്ള ആൾ ഔട്ടായി എന്ന്. അപ്പം നേരത്തെ രണ്ടാമത്തെ റൗണ്ടിൽ ഗബ്രിയുടെ ശരീരത്തിൽ കോയിനുള്ളപ്പോൾ എന്തുകൊണ്ട് ഗബ്രിയെ ഔട്ടാക്കിയില്ല ചോദ്യമാണേ. അത് ബിഗ് ബോസ് അതങ്ങ് ക്യാൻസൽ ചെയ്തു. അത് ഗബ്രിയുടെ ശരീരത്തായിരുന്നു. അത് പക്ഷേ ജിൻഡോയുടെ കയ്യിലായിരുന്നുവെങ്കിൽ അത് ക്യാൻസൽ ആക്കത്തില്ലായിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് മൂന്നാമത്തെ റൗണ്ട് വന്നപ്പം ശരണ്യയും ജിൻഡോയും ഗബ്രി എല്ലാം കൂടെ മേൽപ്പിടുത്തം നടത്തി കഴിഞ്ഞപ്പം അത് ജിൻഡോയുടെ കയ്യിലായതുകൊണ്ട് മാത്രമാണ് അത് ക്യാൻസൽ ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ ശരണ്യയുടെയും ഗബ്രിയുടെയും മേത്തായിരുന്നെങ്കിൽ അതും ക്യാൻസൽ ചെയ്തേനെ. അതാണ് ഈ നമ്മൾ ഗെയിം കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ, നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. അത് സംശയങ്ങൾ ഒരിക്കലും തീരത്തില്ല. അതിനനുസരിച്ചാണ് ഗെയിം ചാർട്ട് ചെയ്യുന്നതും അതിനനുസരിച്ച് ബിഗ് ബോസ് കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നമുക്കിത് തുറന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ബിഗ് ബോസിൻ്റെ ഈ പ്രാവശ്യത്തെ ഗെയിം എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞാൽ ഗബ്രിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് തോന്നും. കാരണം
അടുത്ത പ്രാവശ്യവും പവർ ടീം. ഈ പവർ ടീം തന്നെ എന്ന് എനിക്ക് തോന്നുന്നു ഒരു വൃത്തികെട്ട പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ശ്രീരേഖയും നമ്മുടെ ഗബ്രിയും ഒന്നും കളിക്കാതാണ് കഴിഞ്ഞ പ്രാവശ്യം പവർ ടീമിലേക്ക് വന്നത്. അതൊരു ചെറിയ ഗെയിം കൊടുത്തിട്ട് ഒരു കഥ പറയുന്ന ഗെയിം വെച്ച് അതിൻ്റെ ഒരു കള്ളത്തരങ്ങൾ ഞാൻ അന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ രണ്ടുപേരും വന്നത്. എന്നിട്ട് അവരൊന്നും ജോലി ചെയ്യാതെ പവർ ടീമാണെന്ന് നിൽക്കുക, നോമിനേഷനിൽ നിന്ന് മുക്തരായി നിൽക്കുക. ഇതെന്താണ് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ട് ഒരു ടീമിനെ ഗെയിം കളിപ്പിച്ച് വിജയിപ്പിക്കാതെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഗെയിം കളിപ്പിക്കുക, അതിൽ വിജയിക്കുന്ന ആളിനെ പവർ ടീമായിട്ട് പ്രഖ്യാപിക്കുക. ഇത് ബാക്കിയുള്ള 3 ടീമുകൾ മത്സരിപ്പിക്കുക, അതിൽ ജയിക്കുന്ന ആളിനെ പവർ ടീമുമായിട്ട് വീണ്ടും മത്സരിക്കുക. അപ്പം ഈ ആദ്യത്തെ ഇപ്പം വിജയിച്ചു വരുന്നത് ഇപ്പം ഡെൻ ടീം തന്നെ, ജിൻഡോയുടെ ടീം തന്നെ പവർ ടീമുമായിട്ട് മത്സരിക്കുന്നതിന് മുമ്പ് ആ 2 ദിവസവും അവർക്ക് ഗെയിം ഉണ്ടായിരുന്നു. അവരുടെ ശരീരം ആകെപ്പാടെ കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ജിൻഡോ 2 ടാസ്കിനും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിനുശേഷമാണ് 3-ാമത്തെ ദിവസം അവർക്ക് ഗെയിം. ഈ 2 ദിവസവും വിശ്രമാവസ്ഥയിലിരിക്കുന്ന പവർ ടീമുമായിട്ടാണ് മത്സരിക്കേണ്ടത്. അതിന് എവിടെയാണ് നീതി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു പവർ ടീം ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ടീമുകളും മത്സരിച്ച് അതിൽ വിജയിക്കുന്ന ആൾ പവർ ടീം ആവട്ടെ. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത് എനിക്ക് തോന്നുന്നു ഈ 100 ദിവസം തയ്ക്കുന്നിടം വരെ ഗബ്രിയുടെ ടീം പവർ ടീമായിട്ട് തന്നെ നിലനിൽക്കും. അങ്ങനെ ഗബ്രിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന് ഫൈനൽ 5-ൽ എത്തിക്കുകയും ചെയ്യാം എന്നായിരിക്കും ബിഗ് ബോസ് വിചാരിക്കുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും നോമിനേഷനിൽ ഗബ്രി ഇട്ടുകൊടുക്കാൻ നമ്മുടെ ബിഗ് ബോസ് തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് ഇതിന് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നോമിനേഷനിൽ ഗബ്രി ഇട്ടുകൊടുത്ത് ഞങ്ങൾ ബിരി കഴിക്കാൻ തയ്യാറല്ല. ഗബ്രി പോയി കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള കോംബോ ആര് മുന്നോട്ട് കൊണ്ടുപോകും? ബിഗ് ബോസ് പിന്നെ എന്ത് ചെയ്യും? ഈ വെറുപ്പിക്കൽ നാടകം ആര് കളിക്കും? അതുകൊണ്ട് ഗബ്രി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇപ്പോഴും ബിഗ് ബോസ് നടത്തുന്നത്. അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. ബിഗ് ബോസ് വിചാരിച്ചത് കണ്ണടച്ച് വാല് പിടിച്ച് കഴിഞ്ഞാൽ ആരും കാണത്തില്ലെന്നുള്ള വിചാരമാണെങ്കിൽ, പക്ഷേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ നാടകങ്ങൾ എവിടം വരെ പോകും എന്ന് തന്നെ നോക്കിയിരിക്കുക. പിന്നെ ജിൻഡോയെ സംബന്ധിച്ച് എത്ര നോമിനേഷന് വന്നു എന്ന് പറഞ്ഞാലും ജിൻഡോ ഏതായാലും ഈ സീസൺ കഴിയുന്നതിന് വരെ ഔട്ടാകത്തില്ല. ഫൈനൽ 5 കാണും എന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ ഏതെങ്കിലും രീതി അദ്ദേഹത്തെ ഔട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചില വൃത്തികെട്ട കളികളുണ്ടല്ലോ, ആ കളികൾ കളിച്ച് മാത്രമേ ഔട്ടാക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറ്റം ചെയ്ത ഗബ്രിയേക്കാൾ ഒരുപക്ഷെ കൂടുതൽ വഴക്ക് കേൾക്കുക തലമുടിക്ക് പിടിച്ചു എന്ന് പറയുന്ന, ശരണ്യയുടെ തലമുടിക്ക് പിടിച്ചു എന്ന് പറയുന്ന ജിൻഡോയ്ക്കായിരിക്കും. അതുപോലെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ച ജിൻഡോയ്ക്കായിരിക്കും. ഗബ്രിയോട് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. മുഖത്ത് അള്ളിയതോ മാന്തിയതോ പിച്ച് കീറിയതോ കടിച്ചതോ ചോര ജിൻഡോയുടെ ശരീരത്തിൽ നിന്നൊരു ചോര വന്ന്, ആ ചോരയ്ക്ക് നിറം ചുവപ്പല്ല. അതുകൊണ്ട് ജിൻഡോയോട് ചോദിക്കാൻ സാധ്യതയില്ല, ഗബ്രിയോട് ചോദിക്കാൻ സാധ്യതയില്ല. ഗബ്രിക്ക് എന്തും ആകാം, ജിൻഡോയ്ക്ക് അങ്ങനെയൊന്നും പാടില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ അലിഖിത നിയമം. അതുകൊണ്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ മിക്കവാറും ജിൻഡോയുടെ എതിരെ പല കാര്യങ്ങളും ചോദിച്ചെന്നിരിക്കും. എന്തിനു മുടിക്ക് പിടിച്ചു എന്ന് ചോദിക്കും. ഗബ്രിയോട് ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കാൻ പറയും.